വില്യമംഗലം സ്വാമിക്കെന്ന പോലെ പ്രത്യക്ഷ ദർശനമില്ലെങ്കിലും ആപത്ഘട്ടത്തിൽ ആ സ്നേഹസാന്ത്വനം ലഭിക്കാത്ത ഏതു ഭക്തനാണുള്ളത്? തിടപ്പള്ളിയുടെ തൊട്ടടുത്ത് തുറക്കാ അറ എന്ന ഒരിക്കലും തുറക്കാത്ത ഒരു അറയുണ്ട്. എന്നും അടഞ്ഞുകിടക്കുന്ന ഈ അറ ഒരു അത്ഭുതം തന്നെയാണ്. പഴയ കാലത്തെ സ്വർണം, രത്നങ്ങൾ, വെള്ളി തുടങ്ങിയ വഴിപാടുകൾ ഈ അറയിൽ നിക്ഷേപമായി ഉണ്ടെന്ന് പറയപ്പെടുന്നു. സരസ്വതി അറയുടെ അഭിമുഖമായി കിഴക്കോട്ട് തിരിഞ്ഞ് ഗണപതി. തൊട്ടടുത്തായി അതിമനോഹരമായ അനന്തശയന ശില്പം. കരിങ്കൽ തൂണിൽ മുരുകനും ഹനുമാന് ശില്പവുമുണ്ട്. നൃത്തേറ, മുളേറ, ഓലവായന, മുളേറയുടെ മുന്നിലെ മണിക്കിണർ, ഇങ്ങനെ എന്തെല്ലാം അത്ഭുതവിശേഷങ്ങൾ! പ്രതിഷ്ഠാസമയത്ത് ഈ രുദ്രരൂപത്തിലെ ജലം കൊണ്ടാണ് ശ്രീപരമേശ്വരൻ ബിംബത്തിൽ അഭിഷേകം ചെയ്തുവത്രേ. ഈ മണിക്കിണറിന് മമ്മിയൂർ വരെ വിസ്താരമുണ്ടത്രേ. ഇനി പൂജാവിധിയിലേക്ക് കടന്നാലോ? നിർമാല്യദർശനം, തൈലാഭിഷേകം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം, ബാലാലങ്കാരം, പാലഭിഷേകം, നവകാഭിഷേകം, ഉച്ചപൂജ, സന്ധ്യാപൂജ, ദീപാരാധന, അത്താഴപൂജ, തൃപ്പുക തുടങ്ങി 12 പൂജകൾ ഭഗവാനുണ്ട്. ഓരോന്നും കണ്ടുതൊഴാനുള്ള വന്തിരയ്ക്ക് അത്ഭുതാവഹം തന്നെ. തിരക്കൊഴിഞ്ഞ് ഗുരുവായൂർ കണ്ണനെ കാണാൻ കഴിയില്ലെന്നൊരു ചൊല്ലുണ്ട്. ഗുരുവായൂരപ്പന്റെ ദിവ്യമായ ഇഹലോക ദുഃഖ നിവാരണ കാരണമായ ബിംബത്തെക്കുറിച്ച് എത്രയോ ഐതിഹ്യങ്ങളുണ്ട്. ഭഗവാനെ പുത്രനായി ലഭിക്കുവാൻ പ്രാർത്ഥിച്ച സുതപസ്സും പത്നിയും മുതൽ കശ്യപൻ, അദിതി, വാസുദേവർ, ദേവകി തുടങ്ങി എത്രയോ പുണ്യജനങ്ങൾ ആരാധിച്ചിരുന്ന ബിംബമാണിത്. ഭഗവാന് തന്നെ ഈ ബിംബം പൂജിച്ചിരുന്നുവത്രേ. നാരായണാത്മകമായ ബിംബം. അവതാരോദ്ദേശം കഴിഞ്ഞു സോപാദം പോകാനൊരുങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തനായ ഉദ്ധവനെ ഈ വിശിഷ്ട ബിംബം അർഹിക്കുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാനായി ഏൽപ്പിച്ചു. ഉദ്ധവന് അത് ബൃഹസ്പതിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ പരശുരാമൻ കുടിയിരുത്തിയ ഒരു കേരള ബ്രാഹ്മണൻ വാതരോഗപീഡയ്ക്ക് പ്രതിവിധി തേടി അദ്ദേഹത്തെ സമീപിച്ചു. നാരദരിൽ നിന്നും രോഗശാന്തിക്ക് പരിഹാരമായി ഈ വിഗ്രഹത്തെക്കുറിച്ചറിയുകയും ഗുരുവിൻ്റെയും വായുവിൻ്റെയും ഒപ്പം ഭാർഗവരാമനും രുദ്രതീർത്ഥക്കരയിൽ എത്തുകയും ചെയ്തു. അവിടെ അവർക്ക് ശ്രീപരമേശ്വരൻ്റെയും